ഒപ്പം നിന്ന് കൊടിപിടിച്ച സഹപ്രവർത്തകയെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അശ്ലീലം പറഞ്ഞ ആർഷോയെ പോലുള്ളവർ തന്നെയാണ് ഇപ്പോഴും SFI എന്ന പ്രസ്ഥാനത്തെ നയിക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രപിതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് പ്രസ്ഥാനത്തിലെ ബാക്കിയുള്ളവർ തരം താഴ്ന്നു പോകുന്നത്. അധികാരത്തിന്റെ തണലും DYFI എന്ന വലിയേട്ടന്റെ കരുതലുമാണ് SFI നേതാക്കളെ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. നടുവൊടിഞ്ഞ ഗാന്ധിയെ ഉരലിട്ടിടിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ച പൂർവികരും പ്രസ്ഥാനത്തിന്റെ മാത്രം സമ്പാദ്യമാണ്. BCom തോറ്റിട്ടും MCom പ്രവേശനം നേടിയ SFI ജില്ലാ കമ്മിറ്റി അംഗം, വ്യാജരേഖയുണ്ടാക്കി ജോലി നേടി ഒഴിവിൽ കഴിയുന്ന SFI വനിതാ നേതാവ്, ഇതൊക്കെ പ്രസ്ഥാനത്തിലെ സഖാക്കളുടെ മാത്രം കഴിവാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പാർട്ടി അടവച്ചു വിരിയിക്കുന്ന ഈ കുഞ്ഞുങ്ങളാണ് ഭാവിയിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത്. പഠിപ്പിച്ച അധ്യാപകന്റെ പേരിൽ വ്യാജ പരാതി നൽകുകയും ഒടുവിൽ കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തപ്പോൾ കാൽ തൊട്ട് മാപ്പ് പറയുകയും SFI കെട്ടിച്ചമച്ച കേസിൽ താൻ കരുവാക്കപ്പെട്ടു എന്നും ഒരു വിദ്യാർത്ഥിക്ക് പറയേണ്ടി വന്നത് ഗതികേട് തന്നെയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു കേട്ട SFIയുടെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നത്. എന്നാൽ ഇന്നതൊക്കെ SFIയുടെ പതാകയിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. അമ്മ തന്ന കെട്ടുതാലി വിറ്റ് പഠിച്ചവർ, അടിവയറ്റിൽ അഗ്നിയായി അക്ഷരങ്ങൾ ജ്വലിച്ചവർ എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച കാലമൊക്കെ മാറിക്കഴിഞ്ഞു. കൈയും കാലും തലയും വെട്ടുമെന്ന് മുഷ്ടി ചുറ്റി വിളിക്കുന്ന തരത്തിലേക്ക് SFI മാറിപ്പോയിരിക്കുന്നു. സീഡ് ന്യൂസ്, കോഴിക്കോട്.